നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരിയിൽ കള്ളവോട്ടെന്ന് പരാതി. 92 വയസ്സുകാരിയുടെ വോട്ട് CPM നേതാവ് ചെയ്തുവെന്നാണ് പരാതി. പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കല്യാശ്ശേരിയിലെ കള്ളവോട്ട്. CPM എല്ലാ കാലത്തും കള്ളവോട്ട് നടത്തുന്നവരാണെന്നും കണ്ണൂർ ജില്ലയിൽ ഇത് സ്വാഭാവികമെന്നും UDF കൺവീനർ MM ഹസൻ. ഇത്തവണ CPM കള്ളവോട്ട് കൊണ്ട് രക്ഷപ്പെടുവാൻ പോകുന്നില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. UDF 20-ൽ 20 സീറ്റ് നേടുമെന്നും കുഞ്ഞാലിക്കുട്ടി. കല്യാശ്ശേരിയിലെ കള്ളവോട്ട് തെളിയിക്കുന്നത് CPMന്റെ പരാജയ ഭീതിയെയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്. ഇവിടെ റീപോളിംഗ് നടത്തണമെന്നും K ശ്രീകാന്ത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ കള്ളവോട്ട് സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. പോലീസ് പിന്തുടരുന്നതിനിടെ അങ്കടിമുഗർ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് കാർ മറിഞ്ഞ് മരണപ്പെട്ട സംഭവം. ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കള്ളവോട്ടെന്ന് പരാതി. കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ പാറക്കടവിൽ 92 വയസ്സുകാരിയുടെ വോട്ട് CPM നേതാവ് ചെയ്തുവെന്നാണ് പരാതി. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്ന സംവിധാനത്തിൽ കല്യാശ്ശേരി പഞ്ചായത്തിലെ 164 നമ്പർ ബൂത്തിലെ ദേവി എന്ന 92 വയസ്സുകാരിയുടെ വോട്ട് കള്ളവോട്ടായി ചെയ്തുവെന്നാണ് പരാതി. ദേവി വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ കല്യാശ്ശേരി CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ ഗണേശൻ എന്നയാൾ വോട്ട് ചെയ്തതായാണ് പരാതി. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് മടക്കി കളയാൻ സംഭവവുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ, പോളിംഗ് അസിസ്റ്റന്റ്, മൈക്രോ ഒബ്സർവർ, സ്പെഷ്യൽ പോലീസ് ഓഫീസർ, വീഡിയോഗ്രാഫർ എന്നിവരെയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ സസ്പെൻഡ് ചെയ്തത്. ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ നടപടിയെടുക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കല്യാശ്ശേരി മണ്ഡലം ഉപവരണാധികാരി കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കള്ളവോട്ട് ചെയ്തത് 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 128 വകുപ്പിലെ 1-ാം ഉപവകുപ്പിന്റെ ലംഘനമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇത്തവണ CPM കള്ളവോട്ട് കൊണ്ട് രക്ഷപ്പെടുവാൻ പോകുന്നില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കാസർഗോഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. കള്ളവോട്ടുണ്ടായി എന്നുള്ളത് എല്ലാവരും കണ്ടു. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് നടന്നിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതാണത് വെളിവാക്കുന്നത്. ഇത്ര ഓപ്പണായി ഈ കാര്യം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് UDF പ്രവർത്തകന്മാർ ഇത്തവണ വളരെ വിജിലൻ്റ് ആവണം. വിജിലൻ്റ് ആയാൽ കള്ളവോട്ട് നടക്കില്ല. കല്യാശ്ശേരിയിലെ കള്ളവോട്ട് തെളിയിക്കുന്നത് CPMന്റെ പരാജയ ഭീതിയെയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്. ഇവിടെ റീപോളിംഗ് നടത്തണമെന്നും ഇതുവരെയായി നടന്ന വീടുകളിൽ കയറിയുള്ള വോട്ടെടുപ്പിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും അഡ്വക്കേറ്റ് K ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ
കള്ളവോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് CPM വ്യാപകമായിട്ട് ശ്രമം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം പോസ്റ്റൽ വോട്ട് വീടുകളിൽ ചെന്ന് ഉദ്യോഗസ്ഥന്മാർ 85 വയസ്സിനേക്കാൾ മുകളിലുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ദിവ്യാംഗന്മാരായിട്ടുള്ള ആൾക്കാരുടെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോയപ്പോൾ വ്യാപകമായിട്ട് കള്ളവോട്ട് ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം സ്ഥാനാർത്ഥിയുടെ പ്രതിനിധിയായിട്ട്, പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് പോകുന്നവർ ഒരു കാരണവശാലും വോട്ട് ചെയ്യരുത് എന്നാണ്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് കല്യാശ്ശേരിയിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി അംഗവുമായിട്ടുള്ള അശോകൻ അവിടുത്തെ വോട്ടറുടെ വോട്ട് കള്ളവോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ്. ആ ഉദ്യോഗസ്ഥന്മാർ നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം വ്യാപകമായിട്ട് കള്ളവോട്ട് CPMൻ്റെ കേന്ദ്രങ്ങളിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ UDFൻ്റെ കേന്ദ്രങ്ങളിലും ഇത്തരം കള്ളവോട്ട് നടന്നിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ളിടത്തും ഇത്തരം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുന്നത്, ഇങ്ങനെ ഈ കൃത്രിമ കാണിക്കാൻ വേണ്ടിയിട്ട് കള്ളവോട്ട് ചെയ്യാൻ CPMനും മുസ്ലിം ലീഗിനും ഒത്താശ ചെയ്തു കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി വേണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് അഡ്വക്കേറ്റ് മനോജ് കുമാർ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്ന് അവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. 5 പേർക്കെതിരായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. ഇത് പോരാ, സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. ഇന്നലെ നടന്നിട്ടുള്ള പോസ്റ്റൽ വോട്ടുകളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണം. വീഡിയോഗ്രാഫ് പരിശോധിക്കണം. അതുപോലെ തന്നെ ഈ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകണമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് തോൽക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ തോൽവിയുടെ ഭയം കാരണമാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കള്ളവോട്ട് ഇടാൻ വേണ്ടിയിട്ട് LDFും UDFും ഇപ്പോൾ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. ഇതിന് അവരുടെ സർവീസ് സംഘടനയുടെ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയാണ്. കൃത്യമായിട്ട് അന്വേഷണം നടത്തി അവർക്കെതിരെ നടപടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കല്യാശ്ശേരിയിലെ കള്ളവോട്ട് CPM എല്ലാ കാലത്തും കള്ളവോട്ട് നടത്തുന്നവരാണെന്നും കണ്ണൂർ ജില്ലയിൽ ഇത് സ്വാഭാവികമെന്നും UDF കൺവീനർ MM ഹസൻ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിയാസ് മൗലവി വധക്കേസിൽ വിധി പറയവേ പോലീസിന് സംഭവിച്ച വീഴ്ചയടക്കം കോടതി പരാമർശിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഇതിന് മറുപടി പറഞ്ഞില്ല. ഇത്തരത്തിൽ വിധിയുണ്ടായതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും MM ഹസൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് രാഷ്ട്രീയ ചായ ഉണ്ടാവാം, പക്ഷെ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റുമോ? എല്ലാ പാർട്ടികളെയും സ്ഥാനാർത്ഥികളുടെയും BLAമാരുടെ സാന്നിധ്യത്തിലാണ്. എന്താ ഇല്ലാത്തത് പോയത്? എന്താ CPMൻ്റെ BLA മാത്രം വന്നത്? കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയ ചായ ഉണ്ടാവും. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും അറിയിച്ചിട്ടില്ല. അവർക്ക് രാഷ്ട്രീയ ചായവുള്ളതും താല്പര്യമുള്ള പാർട്ടിയുടെ പ്രതിനിധിയെ മാത്രമേ അറിയിച്ചുള്ളൂ. അയാൾ വരികയും അയാൾ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ ഇന്നലെയും വീണ്ടും ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തി ചില്വാനം വോട്ടാണ് വീട്ടിൽ വോട്ട്. ആ വോട്ടുകളെല്ലാം ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഭൂരിപക്ഷം ഉദ്യോഗസ്ഥന്മാർ, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് അയക്കുന്ന ഭൂരിപക്ഷം പോലീസുകാർ, ഇവർക്കൊക്കെ രാഷ്ട്രീയം കാണും. പക്ഷെ ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു പാർട്ടിക്ക്, ഭരിക്കുന്ന പാർട്ടിയുടെ അവരെ പിന്തുണയ്ക്കുന്ന രൂപത്തിൽ ഇങ്ങനെ വോട്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇലക്ഷൻ കമ്മീഷൻ ഈ കല്യാശ്ശേരിയിൽ ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടു. 2 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുക. ഇത് കേരളത്തിലുടനീളം ഉണ്ടാവാനിടയുള്ളതുകൊണ്ട് കല്യാശ്ശേരിയിൽ ചെയ്തതുപോലെ വളരെ ഗൗരവമായ കർശനമായ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ നൽകണം. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ് റിയാസ് മൗലവി വധക്കേസ്. ആ വധക്കേസിൽ കോടതി RSSകാരായ പ്രവർത്തകരെ നിരുപാധികം വിട്ടയച്ചു. കോടതി നടത്തിയ പരാമർശം ഇതിൽ പോലീസിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരുത്തരവാദപരമായ സമീപനം, പ്രോസിക്യൂഷൻ്റെ വീഴ്ച അല്ലേ? ആ വിധി വന്നപ്പോൾ കോടതി അങ്ങനെ വിമർശിക്കുന്നതിനെയാണ് സർക്കാർ വെച്ച പ്രോസിക്യൂഷൻ എതിർത്തത്. ആ പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആ സമയത്താണ് മുഖ്യമന്ത്രി
നമ്മുടെ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ അതിന് തൊട്ട് തലേ ദിവസം അദ്ദേഹം മലപ്പുറത്ത് പോയി പറഞ്ഞു. BJP സർക്കാർ കാണിക്കുന്നത് എന്താണ്? പൗരത്വ നിയമ ഭേദഗതി ബില്ലിലൂടെ ഒരു സമുദായത്തോട് അനീതി കാണിച്ചില്ലേ? പേരെടുത്ത് പറഞ്ഞു, മുസ്ലിം സമുദായത്തിന് പൗരത്വം കൊടുക്കാത്ത അനീതി കാണിച്ചില്ലേ? അപ്പോൾ ഞങ്ങളൊക്കെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഒരു മുസ്ലിം പണ്ഡിതനെ കൊലപ്പെടുത്തിയിട്ട് ആ കേസ് ഈ കോടതി ആ പ്രതികളെ RSSകാരെ വെറുതെ വിട്ടപ്പോൾ അത് ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് പ്രോസിക്യൂഷൻ, ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് ഈ പോലീസ്, അവരുടെ വീഴ്ചയാണെന്നൊരു കോടതി പറഞ്ഞാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കല്ലേ? അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. കല്യാശ്ശേരി മണ്ഡലത്തിലെ കള്ളവോട്ട് സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണമെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ വലിയ പറമ്പിൽ സ്ഥാനാർത്ഥി പര്യടനത്തിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല്യാശ്ശേരി മണ്ഡലത്തിലെ 5ാം പീടികയിൽ മുതിർന്ന വോട്ടറായ ദേവകിയുടെ വോട്ട് CPM ബ്രാഞ്ച് സെക്രട്ടറി ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. ഗൗരവമേറെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ CPM അനുകൂല ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടെ CPM നേതാവായ ഗണേശൻ നടത്തിയതെന്ന് ഉണ്ണിത്താൻ ആരോപിച്ചു. കാസർഗോഡ് മണ്ഡലത്തിലെ CPM സ്വാധീന മേഖലകളിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് കള്ളവോട്ടിലൂടെ തെളിവായിരിക്കുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. 5ാം പീടിക കാപ്പൂട്ട് കാവിൽ 92 വയസ്സായ ദേവകി എന്ന് പറയുന്ന സ്ത്രീയുടെ വോട്ട് ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്ഥിരം പരിപാടി, കലാപരിപാടി മാർക്സിസ്റ്റ് പാർട്ടി ആരംഭിച്ചിരിക്കുന്നു, കള്ളവോട്ട് ചെയ്യൽ. ഈ 4 പേരെ റിട്ടേണിംഗ് ഓഫീസർ സസ്പെൻഡ് ചെയ്തു. അതൊക്കെ എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത്? ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചിട്ട് കള്ളവോട്ട് ചെയ്യാൻ കൂട്ടുനിന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരവരെ ജയിലിടേണ്ട കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അറസ്റ്റ് ചെയ്യണം. അയാളെ ഇനിയും കള്ളവോട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരയാളെ ജയിലിൽ നിന്ന് വിടാത്ത രീതിയിൽ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശനെ അകത്തിടണം. ഇവനൊക്കെ ജനാധിപത്യത്തിന് അപമാനമാണ്. കാര്യം കള്ളവോട്ട് ചെയ്യുക എത്ര ക്ലിയറായിട്ട്, എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് ക്യാമറയിൽ അത് വന്നിരിക്കുന്നത്. 92 വയസ്സായ ദേവകി വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ചിഹ്നത്തിലല്ല വോട്ട് ചെയ്ത്, ഈ ഗണേശൻ വന്നാണ് വോട്ട് ചെയ്യുന്നത്. എത്ര തന്മയത്വമായിട്ടാണ് ഇത് പിടിക്കപ്പെട്ടത്. പിടിക്കപ്പെട്ടപ്പോൾ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി 4 പേരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ കൊണ്ട് എന്താ പ്രയോജനം? ഇനിയും ഇവർ ഈ പ്രക്രിയ തുടരാതിരിക്കണമെങ്കിൽ 26-ാം തീയതി പോളിംഗ് കഴിയുന്നത് വരെ ഇവരെ അകത്തിടണം, ഈ ഗണേശനെയൊക്കെ അകത്തിടണം. ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഇതുപോലെ കള്ളവോട്ട് ചെയ്ത് അട്ടിമറിക്കും. അതുകൊണ്ട് ഞാൻ ശക്തമായി ആവശ്യപ്പെടുന്നു, കല്യാശ്ശേരിയിലെ ജനങ്ങളെ, എന്നെ പരാജയപ്പെടുത്താൻ ആവനാഴിയിൽ അവസാനത്തെ ആയുധവും പ്രയോഗിച്ച് പരാജയപ്പെട്ടപ്പോൾ ആ കള്ളവോട്ട് ആരംഭിച്ചിരിക്കുന്നു. കല്യാശ്ശേരിയിലെ ജനങ്ങൾ കരുതിയിരിക്കണം. ഇത്തരം ഇവരൊക്കെ കള്ളവോട്ട് ചെയ്യുന്നവനൊക്കെ സാമൂഹ്യ വിരുദ്ധന്മാരാണ്. ഈ ബ്രാഞ്ച് സെക്രട്ടറിയെ നിങ്ങൾ സാമൂഹ്യ വിരുദ്ധനായി മുദ്രയടിക്കണം, ഈ ഗണേശനെ. തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പോലീസ് പിന്തുടരുന്നതിനിടെ കാസർഗോഡ് അങ്കണിമുഗർ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് കാർ മറിഞ്ഞ് മരണപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മാതാവ് സഫിയ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പൻ സർക്കാരിന്റെ നിലപാട് തേടിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 25-നായിരുന്നു പോലീസ് പിന്തുടരുന്നതിനിടെ കാർ മറിഞ്ഞ് മുഹമ്മദ് ഫർഹാസ് മരണപ്പെട്ടത്. സ്കൂളിലെ ഓണാഘോഷത്തിനിടയിൽ മകനായ ഫർഹാസും 3 വിദ്യാർത്ഥികളും ജുമാ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കാറിൽ പോകുന്നതിനിടെ കുമ്പള പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വാഹനം തടയുകയായിരുന്നുവെന്നും കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നുവെന്നും ഇതും വാഹനത്തിന്റെ മറ്റു രേഖകളും പോലീസിനെ കാണിച്ചുവെന്നും എന്നാൽ പോലീസ് കയർത്ത് സംസാരിച്ചതോടെ ഭയന്ന വിദ്യാർത്ഥികൾ കാറുമായി പെട്ടെന്ന് മുന്നോട്ടു പോയെന്നും പോലീസ് അതിവേഗം പിന്തുടർന്നെന്നും തുടർന്ന് കാർ മറിഞ്ഞെന്നുമാണ് സഫിയയുടെ ഹർജിയിലുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ മകൻ പിന്നീട് മരിച്ചു. ഡിജിറ്റൽ ഉപകരണങ്ങൾ വഴി ഗതാഗത കുറ്റങ്ങൾ കണ്ടെത്തണമെന്ന് DGP നിർദ്ദേശം നൽകിയതാണ്. ഹൈക്കോടതിയും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇത് ലംഘിച്ച് കാറിനെ പിന്തുടരുകയാണ് ചെയ്തതെന്ന് സഫിയ ഹർജിയിൽ അറിയിച്ചു. മകന്റെ മരണത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നതുമാണ് ഹർജിയിലെ ആവശ്യങ്ങൾ. സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. കാറിലുണ്ടായിരുന്നത് വിദ്യാർത്ഥികളാണെന്ന് അറിഞ്ഞത് അപകടത്തിൽപ്പെട്ടതിന് ശേഷമാണെന്നാണ് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. ഫർഹാസിന്റെ മരണത്തിൽ പോലീസിന് വീഴ്ചയില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട്.
എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ നിരാകരിച്ചുകൊണ്ട് കാസർഗോഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുന്നത്. സംഭവത്തിൽ പോലീസിന്റെ വിശദീകരണവും ഹൈക്കോടതി തേടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മതസൗഹാർദ്ദം വിളംബരം ചെയ്ത് ഉദ്യാവര അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രം ഭാരവാഹികൾ 1000 ജമാഅത്ത് പള്ളിയിലെത്തി. ഉത്സവം ക്ഷണിക്കുവാനെത്തിയ ക്ഷേത്രം ഭാരവാഹികൾക്ക് സ്നേഹോഷ്മളമായ സ്വീകരണമാണ് 1000 ജമാഅത്ത് ഭാരവാഹികൾ നൽകിയത്. വിഷു കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് എല്ലാ വർഷവും ഉദ്യാവര മാട അരസുമഞ്ചിഷ്ണാർ ക്ഷേത്ര ഭാരവാഹികൾ ഉത്സവം ക്ഷണിക്കുവാൻ 1000 ജമാഅത്ത് പള്ളിയിലേക്ക് എത്തുന്നത്. ക്ഷേത്രം ഭാരവാഹികൾക്ക് ഉത്സവം പോലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് 1000 ജമാഅത്ത് പള്ളിയിൽ പോയി ഉത്സവം ക്ഷണിക്കുന്നത്. മതസ്നേഹത്തിന്റെ പ്രഭ ചൊരിഞ്ഞ് ഘോഷയാത്രയായാണ് ക്ഷേത്രം ഭാരവാഹികൾ 1000 ജമാഅത്ത് പള്ളിയിലേക്ക് യാത്ര തിരിച്ചത്. ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി ചുവന്ന ഉടയാടകളും മുല്ലമാലകളും അണിഞ്ഞ വെളിച്ചപ്പാടന്മാരും വാദ്യമേളങ്ങളും ഉണ്ടായിരുന്നു. കാൽനടയായി എത്തിയ ക്ഷേത്രം ഭാരവാഹികളെ പള്ളിയുടെ കവാടത്തിൽ കാത്തുനിന്ന ജമാഅത്ത് ഭാരവാഹികൾ നിറഞ്ഞ സ്നേഹത്തോടെ പള്ളിയുടെ അകത്തേക്ക് ആനയിച്ചു. പള്ളിമുറ്റത്തെത്തിയ വെളിച്ചപ്പാടന്മാർ അന്തരീക്ഷത്തെ ഭക്തി നിർഭരമാക്കി ഉത്സവത്തിന്റെ വരവറിയിച്ച് ഉറഞ്ഞുതുള്ളി. ഉത്സവം ക്ഷണിച്ചു മടങ്ങുന്ന ക്ഷേത്ര ഭാരവാഹികൾക്ക് ജമാഅത്ത് ഭാരവാഹികളും നാട്ടുകാരും സ്നേഹപൂർണമായ യാത്രയപ്പാണ് നൽകിയത്. ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ഭാരവാഹികൾ ക്ഷേത്രം അധികാരികളെ കാര്യം ധരിപ്പിക്കുകയും ഉത്സവത്തിൽ ജമാഅത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്തു. എല്ലാ വർഷവും ക്ഷണം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്കെത്തുന്ന ജമാഅത്ത് ഭാരവാഹികൾ പണവും നെല്ലും കാണിക്കയായി നൽകും. പള്ളിയിലെ ഉറൂസ് നേർച്ചയ്ക്ക് ക്ഷേത്ര കമ്മിറ്റിയും തിരിച്ച് അരിയും നെയ്യും വെളിച്ചെണ്ണയും നൽകാറുണ്ട്. ക്ഷേത്രത്തിൽ ജമാഅത്ത് ഭാരവാഹികൾ ഇടതുവശത്തും ക്ഷേത്രം ഭാരവാഹികൾ വലതുവശത്തും ഇരുന്നാണ് ഉത്സവ ചടങ്ങുകൾ നടത്തുക. ആദ്യത്തെ വെള്ളിയാഴ്ച ഉദ്യാവരം മാടാ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് ക്ഷണിക്കാൻ വേണ്ടി ഉദ്യാവരം 1000 ജമാഅത്തിൻ്റെ പള്ളി അങ്കണത്തിലേക്ക് വെള്ളിയാഴ്ച ദിവസം വരുന്നത് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും വന്നിരിക്കുകയാണ്. പള്ളി ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ എല്ലാവരും അവരെ ഹാർദവമായി സ്വാഗതം ചെയ്തു, സ്വീകരിച്ചു. എല്ലാ ദിവസത്തെ പോലെയും എല്ലാ വർഷത്തെ പോലെയും ഇപ്രാവശ്യവും അവർ നമ്മൾക്ക് ക്ഷണം നൽകി. ആ ക്ഷണത്തിന് ഞങ്ങൾ സ്വീകരിച്ചു. ഉത്സവ ദിവസങ്ങൾ വളരെയധികം ഭംഗിയായി സൗഹാർദ്ദത്തോടു കൂടി പരിപാടി നടക്കും. അതിന് എല്ലാ രീതിയിലുള്ള എല്ലാ വർഷത്തെ പോലെയുള്ള സഹകരണവും നമ്മുടെ ജമാഅത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉദ്യാവരയ്ക്ക് ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന അണ്ണ, തമ്മ, മുണ്ടത്തായ ദൈവങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ കൂടിക്കൊള്ളുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നെത്തിയ അണ്ണ, തമ്മ ദൈവങ്ങൾക്ക് മുണ്ടത്തായ ദൈവം തുണ നൽകിയെന്നാണ് ഐതിഹ്യം. ഈ സൗഹൃദത്തെ തുടർന്ന് മുണ്ടത്തായ ദൈവം തനിക്കും അണ്ണ, തമ്മ ദൈവങ്ങൾക്കും ഐസ്രാൽ ഗുത്തു തറവാട്ടുകാരോട് ക്ഷേത്രം ഒരുക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുൻപ് ഉദ്യാവര അരസു മഞ്ചിഷ്ണർ ക്ഷേത്രം നിർമ്മിക്കാനിടയായതെന്നാണ് വിശ്വാസം. ഏതായാലും മതസൗഹൃദത്തിന്റെ നിറവിൽ നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഒരു നാടിന്റെ ഉത്സവം തന്നെയാണ്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അടുത്ത മാസം 8-ന് കൊടിയുയരും. 4 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. 14-ന് കൊടിയിറങ്ങും. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പാടി ശ്രീ മീത്തലെ വീട് കാമലോൺ തറവാട് ദേവാലയം പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ 21 മുതൽ 26 വരെ നടക്കും. മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവത്തിന് 21-നാണ് തുടക്കമാകുന്നത്. വെള്ളൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്നും മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ കൈലാർ ശിവക്ഷേത്രം വഴി തറവാട് സന്നിധിയിലേക്ക് നടക്കുന്ന കലവറ ഘോഷയാത്രയോടെ ഉത്സവാഘോഷത്തിന് തുടക്കമാകും. സാംസ്കാരിക സമ്മേളനം, തിരുവാതിര, കൈകൊട്ടിക്കളി, കുച്ചുപ്പുടി, കോൽക്കളി, പൂരക്കളി, ഭരതനാട്യം തുടങ്ങി വിപുലമായ പരിപാടികളാണ് ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്.
ഏപ്രിൽ 26-ന് 108 തേങ്ങകൾ കൊണ്ട് മഹാഗണപതി ഹോമം നടക്കും. രാവിലെ 11:33 മുതൽ 1:26 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കെ ദാമോദരൻ നായർ, കെ കുഞ്ഞികൃഷ്ണൻ നായർ, CH വിജയൻ, ബാലകൃഷ്ണൻ നായർ, BS ദിവാകരൻ, വേണുഗോപാലൻ നായർ, രാജൻ, ചന്ദ്രൻ ചരലിൽ, ഗംഗാ സുകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയം ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിച്ച് കലാജാഥ നടത്തിയും ലഘുലേഖ വിതരണം ചെയ്തും യുവജനങ്ങളായ വിദ്യാർത്ഥികൾ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി വിദ്യാർത്ഥി സംഘടനകളുടെ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് കലാജാഥ ആരംഭിച്ചത്. തൃക്കരിപ്പൂരിൽ ക്ലോക്ക് ടവർ പരിസരത്ത് നടന്ന കലാജാഥയ്ക്ക് KSU സംസ്ഥാന സെക്രട്ടറി പ്രവാസ് ഉണ്ണിയാടൻ, ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ, MSF ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അസറുദ്ദീൻ മണിയനോടി, സൈഫുദ്ദീൻ തങ്ങൾ, അശ്വിൻ കമ്പല്ലൂർ, താഹ തങ്ങൾ, അഖിൽ ജോൺ, MP സവാദ്, M മണികണ്ഠൻ, മൻസൂർ റഹ്മാൻ, ജർമിയ ബെൻ ഡാനിയൽ എന്നിവർ നേതൃത്വം നൽകി. കല്യാശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ ചെറുകുന്ന് നിന്ന് ആരംഭിച്ച് പഴയങ്ങാടി, പയ്യന്നൂർ, ചെറുവത്തൂർ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയ കലാജാഥ ആദ്യ ദിനം നീലേശ്വരത്ത് സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ യുവതി യുവാക്കൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. വെള്ളിയാഴ്ചത്തെ പര്യടനം കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിലെ വെള്ളരിക്കുണ്ട് ടൗണിൽ നിന്നും ആരംഭിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചെർക്കളയിൽ പ്ലാറ്റൂൺ അസംബ്ലി നടത്തി. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്ലാറ്റിനം ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി ചെർക്കളയിൽ പ്ലാറ്റ്യൂൺ അസംബ്ലി സംഘടിപ്പിച്ചു. ഇന്ദിരാനഗറിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ തിരഞ്ഞെടുത്ത 1500 പ്ലാറ്റ്യൂൺ അംഗങ്ങളും 100 കണക്കിന് പ്രവർത്തകരും അണിനിരന്നു. പ്ലാറ്റ്യൂൺ അംഗങ്ങൾക്ക് പുറമെ പ്രത്യേകം പരിശീലനം ലഭിച്ച സാന്ത്വനം എമർജൻസി ടീം അംഗങ്ങളും പ്രത്യേക യൂണിഫോം ധരിച്ച് റാലിയിൽ അണിനിരന്നു. സമുദായത്തെ ചേരികളാക്കും ചരിത്രത്താളുകൾ മാറ്റിമറിച്ചാൽ തുടർന്ന് ചെർക്കള ടൗണിൽ നടന്ന പൊതുസമ്മേളനം മുഹമ്മദ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അല്ലാഹു തരാത്ത എന്തെങ്കിലും സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? അല്ലാഹു തരാത്ത എന്തെങ്കിലും ജീവിത സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ലാത്ത എന്തെങ്കിലും നമ്മുടെ സ്വന്തം വകയായി ഇതെന്റേത് മാത്രമാണെന്ന് പറയാൻ, നമ്മുടേതെന്ന് പറയാൻ എന്താണ് നമ്മുടെ കൈവശമുള്ളത്? അതുകൊണ്ട് അല്ലാഹു പരിശുദ്ധമായ മതം ഇസ്ലാം ലോകത്തിന് മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിന്റെ പട്ടികയിൽ ആദ്യമായി കടന്നു വരുന്നത്, ഓ മനുഷ്യ, നിന്നെ പടച്ചിട്ടുള്ള നിന്റെ സൃഷ്ടികർത്താവായ അല്ലാഹുവിനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഹസനുൽ അഹദൽ തങ്ങൾ, സൈനുൽ ആബ്ദിൻ മുത്തുക്കോയ തങ്ങൾ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അബ്ദുൽ ജലീൽ സഖാഫി, റഹ്മത്തുള്ള സഖാഫി, അബ്ദുൽ റഷീദ്, അബ്ദുൽ കരീം, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, CN ജഹഫർ എന്നിവർ സംസാരിച്ചു. ജനുവരിയിൽ തുടക്കം കുറിച്ച 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഡിസംബർ അവസാനം തൃശ്ശൂരിലാണ് നടക്കുന്നത്. ഇതിനു മുന്നോടിയായി വിദ്യാഭ്യാസം, സാംസ്കാരികം, സാമൂഹികം, സാന്ത്വനം തുടങ്ങിയ മേഖലകളിൽ നിരവധി കർമ്മ പദ്ധതികൾ പൂർത്തിയാക്കും. ഉത്തരവാദിത്തം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിലാണ് SYS പ്ലാറ്റിനം ഇയർ ആഘോഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അമ്മങ്കോട് ശ്രീ സത്യനാരായണപുര മഹാവിഷ്ണുമൂർത്തി ദൈവസ്ഥാനം വാർഷികോത്സവത്തിനും ഒറ്റക്കോല മഹോത്സവത്തിനും തുടക്കമായി. ബ്രഹ്മശ്രീ വാസുദേവ തന്ത്രി കുണ്ടാറിന്റെ നേതൃത്വത്തിലാണ് വൈദിക പരിപാടികൾ നടക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് വ്യാഴാഴ്ചയാണ് തുടക്കമായത്. കുണ്ടാർ വാസുദേവ തന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് പൂജാ ചടങ്ങുകൾ നടക്കുന്നത്.
ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വെള്ളിയാഴ്ച രാവിലെ രക്തേശ്വരി ദൈവവും വിഷ്ണുമൂർത്തി ദൈവവും അരങ്ങിലെത്തി. നൂറുകണക്കിന് ഭക്തരാണ് ആരാധനാമൂർത്തികളെ ദർശിക്കാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. ഉത്സവത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. ശനിയാഴ്ച വിഷ്ണുമൂർത്തിയുടെ അഗ്നിപ്രവേശം നടക്കും. തുടർന്ന് നടക്കുന്ന അന്നദാനത്തോടെ ഉത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നല്ല ചിന്തകളും കഠിനാധ്വാനവുമാണ് ഓരോ മനുഷ്യന്റെയും ജീവിത വിജയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെന്ന് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനുമായ ദിനേശ് മുങ്ങത്ത്. മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റും മിംടെക് മാരുതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജീവിത വിജയം ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റും മിംടെക് മാരുതി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി ജീവിത വിജയം ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും എഴുത്തുകാരനുമായ ദിനേശ് മുങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണ് ആദ്യം ശീലിക്കേണ്ടത്. നല്ല ശീലങ്ങൾ ദിനചര്യയുടെ ഭാഗമായാൽ ജീവിതം ഏറ്റവും സുന്ദരമായി മാറുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ മഹാകവി എസ് രമേശൻ നായർ സ്മൃതി ട്രസ്റ്റ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷത വഹിച്ചു. മിംടെക് മാനേജർ രാജി കെ, അഞ്ജലി അജിത്, ദിൽന ബിജേഷ്, വിദ്യ അരയി, അതുൽ കൃഷ്ണ, അമൽ ജയകൃഷ്ണൻ, ജിതിൻ കെ വി, അബിൻ കെ, മാത്യു സോജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ വിദ്വാൻ പി അനുസ്മരണവും കേരളോത്സവ മത്സര വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശിധരൻ മംഗത്തിൽ അനുസ്മരണ പ്രഭാഷണവും പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. നെഹ്റു ബാലവേദി ആൻഡ് സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ വിദ്വാൻ പി അനുസ്മരണവും കേരളോത്സവ മത്സര വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശിധരൻ മംഗത്തിൽ അനുസ്മരണ പ്രഭാഷണവും പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ക്ലബ് രക്ഷാധികാരി അഡ്വക്കേറ്റ് പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് എം സി ജോസ് കേരളോത്സവ മത്സര വിജയികൾക്കുള്ള അനുമോദനം നടത്തി. കേരളോത്സവ മത്സരത്തിൽ സമ്മാനം നേടിയ ക്ലബ് പ്രവർത്തകർക്കും സംഘഗാന പരിശീലകൻ പ്രമോദ് പി നായർക്കും ഗായകൻ രഞ്ജിത്ത് റാമിനുമാണ് അനുമോദനം സംഘടിപ്പിച്ചത്. ക്ലബ് രക്ഷാധികാരി പി മുരളീധരൻ മാസ്റ്റർ, യങ്മൻ ക്ലബ് പ്രസിഡന്റ് പി പി കുഞ്ഞികൃഷ്ണൻ നായർ, സർഗവേദി UAE കമ്മിറ്റി പ്രസിഡന്റ് രൂപേഷ് AV, വനിതാവേദി പ്രസിഡന്റ് പി പി ആതിര എന്നിവർ സംസാരിച്ചു. ക്ലബ് പ്രസിഡന്റ് എസ് ഗോവിന്ദരാജ് സ്വാഗതവും ബാലവേദി പ്രസിഡന്റ് പി പി അർജുൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരയി ശ്രീ വലിയ മണക്കാട്ട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. വലിയ മണക്കാട്ട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ധർമ്മദൈവമായ ഉച്ചൂളിക്കടവത്ത ഭഗവതി, ഗുളികൻ ദൈവം, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. നിരവധി ആളുകളാണ് ദൈവങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കല്യാശ്ശേരിയിൽ കള്ളവോട്ടെന്ന് പരാതി. 92 വയസ്സുകാരിയുടെ വോട്ട് CPM നേതാവ് ചെയ്തുവെന്നാണ് പരാതി. പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കല്യാശ്ശേരിയിലെ കള്ളവോട്ട് CPM എല്ലാ കാലത്തും കള്ളവോട്ട് നടത്തുന്നവരാണെന്നും കണ്ണൂർ ജില്ലയിൽ ഇത് സ്വാഭാവികമെന്നും UDF കൺവീനർ MM ഹസൻ. ഇത്തവണ CPM കള്ളവോട്ട് കൊണ്ട് രക്ഷപ്പെടുവാൻ പോകുന്നില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. UDF 20-ൽ 20 സീറ്റ് നേടുമെന്നും കുഞ്ഞാലിക്കുട്ടി. കല്യാശ്ശേരിയിലെ കള്ളവോട്ട് തെളിയിക്കുന്നത് CPMന്റെ പരാജയ ഭീതിയെയാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്. ഇവിടെ റീപോളിംഗ് നടത്തണമെന്നും K ശ്രീകാന്ത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ കള്ളവോട്ട് സംഭവത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. പോലീസ് പിന്തുടരുന്നതിനിടെ അങ്കടിമുഗർ സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഫർഹാസ് കാർ മറിഞ്ഞ് മരണപ്പെട്ട സംഭവം. ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.